എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? എന്താണ് SFI നേതാവിനോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വിഷമത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു വിഷമസന്ധിയിലാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ചും ഗവേഷണ മേഖല. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. ചിന്താ ജെറോമിന്റെ ഈ പ്രത്യയശാസ്ത്ര ഇതാണ് ഈ സിനിമയെ സംബന്ധിക്കുന്ന അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിക്കുന്ന പ്രബന്ധം വാസ്തവത്തിൽ അതൊരു പ്രബന്ധ വിഷയമായിട്ട് എടുക്കേണ്ടതാണോ എന്നത് ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ ചിന്തയുടെ പ്രബന്ധം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് മൗലികമായ യാതൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ബോധിനി കോമൺസ് .org 2010 വന്ന ലേഖനങ്ങൾ അപ്പടി എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത് പോലെ, അഥവാ അതിലെ വാചകങ്ങൾ എടുത്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് പ്രബന്ധത്തിൽ കാണുന്നത്. എൻ്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. അതുകൊണ്ടാണ് വൈലോപ്പള്ളി എന്ന് വന്നത്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ വൈലോപ്പള്ളി എന്നതിനെ വന്നേനല്ലോ. അപ്പോൾ ഇതിപ്പോൾ വാഴക്കുല ചങ്ങമ്പുഴയുടേതാണെന്ന് ചിന്താ ജെറോമിന് അറിയാത്തതാണ്. അതല്ലെങ്കിൽ ആ പ്രബന്ധം പരിശോധിച്ച അതിന് ഗൈഡായിട്ട് പ്രവർത്തിച്ച കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ പി അജയകുമാറിന് അറിയാൻ പറ്റാത്തതാണ്. നീ ഇങ്ങനെ നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. പക്ഷേ അവരാരും ഇത് വായിക്കുകയോ സൂക്ഷ്മ പരിശോധന നടത്തുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് നൽകാൻ കഴിയും. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഒരു ട്രാഷാണ് എന്ന് മാത്രമല്ല, ഇതിനകത്ത് നിരവധി തെറ്റുകളുണ്ട്. അത് ഗ്രാമർ തെറ്റുകളുണ്ട്, വസ്തുതാപരമായ മിസ്റ്റേക്കുകളുണ്ട്. ഒരു കാരണവശാലും ഒരു പ്രബന്ധത്തിന്റെ ഒരു മിനിമം നിലവാരം പ്രദർശിപ്പിക്കാത്ത ഒരു ഡോക്യുമെന്റാണ് അവർ സമർപ്പിച്ചത്. അവരെന്നെ പറഞ്ഞെന്താ, ഞാൻ നോക്കിയിട്ട് പറയാം എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ അവർ വായിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏതായാലും വലിയ മാനക്കട. അവർ വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പായും വായിച്ചിട്ടുള്ള ഒരു ഭാഗം ഈ പ്രബന്ധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് നന്ദി പ്രകടിപ്പിക്കുന്ന, കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതാണ്, അക്നോളജ്മെന്റ്. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. I owe immensely to Sri Pinarayi Vijayan, Honorable Chief Minister of Kerala. I am also deeply indebted to my mentors Sri M.A. Baby, Sri E.P. Jayarajan, P.K. Srimati, M.V. Govindan Master. ഞാൻ പോയി അന്വേഷിച്ചാലോ? ഇനി അങ്ങോട്ടില്ലേ, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ മതി. ഇത്രയും പേരുകൾ തുടക്കത്തിൽ വായിച്ചാൽ പിന്നെ ഒരുപക്ഷെ ഈ സമിതിയിൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ ഡിഫൻസിനൊക്കെ വന്നിരുന്ന ആളുകൾക്ക് കൂടുതൽ എന്തെങ്കിലും വായിക്കണമെന്നോ പേജ് മറിച്ചു നോക്കണമെന്നോ ഒന്നും തോന്നിയിട്ടുണ്ടാവും. പിന്നല്ലാതെ അബ്ജോദിന്റെ ഇക്കാലം അത്രയുള്ള ജീവിതത്തിനിടയിൽ മുഖ്യമന്ത്രിക്ക് അക്നോളജ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടുകേൾവിയുണ്ടോ? മുഖ്യമന്ത്രി മാത്രമാണോ? M.A. ബേബി, സ്വരാജ്, A.N. ഷംസീർ. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. ഞാൻ ചോദിക്കട്ടെ, ഇത് പാർട്ടി രേഖയാണോ? ഇപ്പോൾ SFIയുടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ ശരി, അവർക്ക് അക്നോളജ്മെന്റ് അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇത് കേരള സർവകലാശാലയിൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കൊടുത്ത് ഇങ്ങനെ എന്തിനാണ് ഈ പ്രബന്ധങ്ങൾ കൊണ്ടുവരുന്നത്? അതിനകത്തൊരു മൗലികത വരണം, അതിനകത്തൊരു പുതിയ സംഭാവന ഉണ്ടാകും. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ, ഗവേഷണത്തിലൂടെ ഒരു പുതിയ നോളജ്, ഒരു ന്യൂ നോളജ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഫണ്ട് സർവകലാശാല അനുവദിക്കുന്നത്. അപ്പോൾ അതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് ഗവേഷണ മേഖല അല്ലെങ്കിൽ ഗവേഷണ പ്രബന്ധത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊരു പുതിയ ആശയം അവതരിപ്പിക്കുകയും ആ ആശയം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ആവശ്യമായ മറ്റൊരു ഡോക്യുമെന്റിൽ നമ്മൾ കോട്ട് ചെയ്യുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതൊക്കെ, പക്ഷെ അതുപോലും 20% മുകളിൽ വരാൻ പാടില്ല. ബാക്കി ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം, ഒറിജിനൽ ആശയങ്ങളായിരിക്കണം. ഇതാണ് നമ്മൾ ഏതൊരു ഗവേഷണ പ്രബന്ധത്തെയും സംബന്ധിക്കുന്ന അതിൻ്റെ മൗലികമായ ആശയ സങ്കല്പം എന്ന് പറയുന്നത്. ഈ ഡോക്യുമെന്റിൽ ചിന്താ ജെറോമിൻ്റെ ഈ പ്രബന്ധത്തിൽ അങ്ങനെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന പിന്നെ വളരെ ബാലിശമായിട്ടുള്ള, വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1957 മാർക്സിസ്റ്റ് ഗവൺമെൻറ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് CPM ഉണ്ടായിട്ടില്ല എന്ന കാര്യം പോലും അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒരു അപമാനകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളം പോലെ ഇത്രയും പ്രബുദ്ധമായ വിദ്യാസമ്പന്നമായ ഒരു നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമർപ്പിക്കപ്പെടുന്ന ഗവേഷണ പ്രബന്ധങ്ങളുടെ നിലവാരം ഇത്രയും താഴ്ന്നു പോയത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള പലരുടെയും, ഇപ്പോൾ സിന്ധു ജോയി മുതൽ ചിന്താ ജെറോം വരെയുള്ളവർക്ക്
SFI DYFI നേതാക്കന്മാർക്ക് നൽകിയിട്ടുള്ള പ്രബന്ധങ്ങളുടെ മൗലികതയെ സംബന്ധിച്ച് സംശയമുണ്ട്. ഞങ്ങൾ തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തന്നെ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചില കേസുകളുണ്ട്. ഇപ്പം KT ജലീലിന്റെ പ്രബന്ധം, അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത വാരിയംകുന്നത്തിന്റെ ചരിത്രം അവതരിപ്പിക്കുന്ന വാരിയംകുന്നത്തിന്റെ ചരിത്രം റോൾ അതൊരു ഹിസ്റ്റോറിക് റോളാണ്. അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. KT ജലീലിന്റെ പുതിയ സംഭാവനകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രബന്ധത്തിനൊരു ടൈറ്റിൽ വെക്കുന്നത് തന്നെ വാസ്തവത്തിൽ സാധാരണ ഭാഷ പറഞ്ഞ ഉടായിപ്പെന്ന് പറയാം. 655 ഉദ്ധരണികളാണ് KT ജലീലിന്റെ പ്രബന്ധത്തിനുള്ള. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തു. ചിന്താ ജെറോമിനും ഇപ്പോൾ ഡോക്ടറേറ്റ്, ഈ പറഞ്ഞ ഈ ഒരു പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് കൊടുത്തു. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഉദാഹരണങ്ങൾ എടുത്താൽ വാസ്തവത്തിൽ പാർട്ടി നേതാക്കന്മാർക്ക് ഈ പറയുന്ന പകർത്തി എഴുതി അല്ലെങ്കിൽ രാഷ്ട്രീയ മേൽവിലാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതാണോ ഈ നമുക്ക് ഡോക്ടറേറ്റ് എന്ന് തോന്നുന്നത്? ഈ ഒരു കാലത്ത് ഈ അഭിഭാഷകരാകുക അല്ലെങ്കിൽ ഈ പേരിന് മുമ്പിൽ രാഷ്ട്രീയ നേതാക്കൾ അഡ്വക്കേറ്റ് എന്ന പേര്, അതിന് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഫാഷനായിരുന്നു എന്നതുപോലെ ഇതിപ്പോ ഡോക്ടറേറ്റ്, അത് എത്രയോ കുട്ടികൾ എത്രയോ കഠിനാധ്വാനം ചെയ്ത് നിൽക്കുന്ന ഇടത്താണെന്ന് നോക്കണം. ഇത് എളുപ്പ വഴിയിൽ ഒരു പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ സംഘടിപ്പിക്കുന്നത് ഒരു ഫാഷനായി മാറി. അതാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഡ്വക്കേറ്റ് എന്ന് വെക്കുന്നത് പോലെ അവർക്ക് ഡോക്ടർ എന്നുകൂടി നേതാക്കന്മാരുടെ പേരിന് മുമ്പിൽ വെക്കേണ്ടത് എന്തോ. അതിന് നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം ആകെ കുടപിടിച്ച് കൊടുക്കുന്ന സാഹചര്യമാണെന്ന് വേണ്ടേ ഇത്രയും വലിയ അബദ്ധങ്ങൾ നിറഞ്ഞ ഇത്രയും ഈ സാധാരണഗതിയിൽ ഒരു +2 കാലത്തൊക്കെ ഒരു കോളേജ് മാഗസിനിൽ എഴുതുന്ന തരത്തിൽ ഇതിൽ ഒരു പ്രമുഖ ചലച്ചിത്ര നിരൂപകനൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടു. ഈ രഞ്ജിത്തിന്റെയും പ്രിയദർശന്റെയും ഒക്കെ ചിത്രത്തിൽ ഹിന്ദുത്വ ബിംബങ്ങൾ എന്നൊക്കെ പറഞ്ഞത് വലിയ കാര്യമാണ്, അഭിനന്ദനാർഹമാണെന്ന്. അതൊക്കെ എത്രയോ കാലമായി നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. അല്ല, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിന് മുന്നിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് ചേർക്കേണ്ടതിന്റെ രാഷ്ട്രീയ ആവശ്യകത എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു വെക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തകന് അത് തന്നെ ഒരു യോഗ്യതയാണല്ലോ. അതിന് മുമ്പിൽ പിന്നെ ഡോക്ടറേറ്റ് എന്ന് വെക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഈ കൃത്രിമമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ. അപ്പോൾ ഈ ചിന്താ ജെറോമിന്റെ പ്രബന്ധത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ 3 എക്സാമിനേഴ്സ് ഉണ്ടാവും. അവർ പരിശോധിക്കുമല്ലോ. ആ 3 എക്സാമിനേഴ്സ് പരിശോധിക്കുന്നു. നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ആദ്യം പ്രീ സബ്മിഷൻ, പിന്നീട് സബ്മിഷൻ, അതിനുശേഷം ഓപ്പൺ ഡിഫൻസ്. അപ്പോൾ ഈ പ്രക്രിയകളൊക്കെ നടക്കണ്ടേ? അപ്പോൾ ഓപ്പൺ ഡിഫൻസിൽ യഥാർത്ഥത്തിൽ ഇത് പ്രസന്റ് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്ന ഒരു വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മറ്റു യൂണിവേഴ്സിറ്റി നിയോഗിക്കപ്പെടുന്ന ആൾക്കാരും കൂടി വരും, അവരിത് പരിശോധിക്കും. അപ്പോൾ ചിന്താ ജെറോമിന്റെ ഈ പ്രബന്ധത്തിൽ ഇതൊന്നും നടന്നില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഈ വൈലോ പള്ളി എന്ന് അടിച്ചിരിക്കുന്നത് വാഴക്കുല വൈലോ പള്ളി എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ ഇതിന്റെ ആദ്യ ഭാഗത്താണ് വന്നിരിക്കുന്നത്. പിന്നീട് എപ്പോഴും അനുബന്ധ ഡോക്യുമെന്റിലൊന്നുമല്ല, ഇതിന്റെ ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്താണ് ഇത് അച്ചടിച്ച് ചേർത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വളരെ എന്താ പറയുക, അശിക്ഷിത പടുക്കളായിട്ടുള്ള ആരോ ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അബദ്ധ പഞ്ചാംഗമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം നമ്മുടെ യുവജന കമ്മീഷൻ ചെയർപേഴ്സണാണ്. ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. അങ്ങനെയുള്ള ഒരാൾ സമർപ്പിക്കുന്ന പ്രബന്ധത്തിന് ഉണ്ടാകേണ്ടുന്ന മിനിമം യോഗ്യത. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.